ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമായിട്ടാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പം നമ്മുടെ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 4-5 മണിക്കൂർ നന്നായി കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്, നന്നായി കഴുകി എടുത്തിരിക്കുന്നതാണ്. നമുക്കിതൊരു മിക്സിയിലെ ജാറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 4 ഏലക്ക ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതിന് 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ചോറ് ഇട്ട് കൊടുക്കാം. നമ്മുടെ വട്ടയപ്പത്തിന് ടേസ്റ്റിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കാം. നമുക്ക് ഏകദേശം ഒരു 4-5-6 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലും നന്നായിട്ട് പുളിച്ച് വരുള്ളൂ. പുളിച്ച് വന്നിട്ട് മാത്രമേ വട്ടയപ്പം ഉണ്ടാക്കാവുള്ളൂ. നമ്മുടെ ഒരു ഇഡ്ഡലിയുടെയൊക്കെ ഒരു മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾ ഈ മാവൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി. നമുക്ക് നന്നായി മൂടി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പൊ നമ്മുടെ വട്ടയപ്പത്തിന്റെ മാവ് നന്നായി പുളിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഞാൻ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലൊരു പാത്രത്തിൽ നന്നായി എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വട്ടയപ്പത്തിന്റെ മാവ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നാവി കയറ്റി എടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമുക്ക് നാവി കയറ്റി എടുക്കണം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ വട്ടയപ്പം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.